കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോയാണ് ഇന്ന് ബ്രസീലിൻ്റെ എതിരാളികൾ. ഇതുപോലൊരു പോരാട്ടം മറ്റൊരു ഗ്രൂപ്പിലുമില്ല. ലോക റാങ്കിങ്ങിലെ ആദ്യ 10 സ്ഥാനത്തിനുള്ള ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ വരുന്നത് ഇവിടെ മാത്രമാണ്. 1982 ശേഷം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതായി തന്നെയാണ് ബ്രസീൽ മുന്നേറുന്നത്. പരിശീലകനായ കാർലോ ആൻസെലോട്ടിയുടെ തന്ത്രങ്ങളിൽ വിശ്വസിച്ചാണ് നിലവിൽ ബ്രസീൽ കളത്തിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ ഖത്തറിൽ ക്രൊയേഷ്യയോട് ക്വാർട്ടർ ഫൈനലിൽ തോറ്റു മടങ്ങാനായിരുന്നു മഞ്ഞപ്പുഴയുടെ വിധിയെങ്കിൽ കഴിഞ്ഞ തവണ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലാണ് മൊറോക്കോ തോറ്റു മടങ്ങിയത്. ഗോൾ കീപ്പിംഗിൽ മുതൽ മുന്നേറ്റം വരെ മിന്നും ഫോമിലുള്ള താരങ്ങൾ നിലവിൽ ബ്രസീലിനൊപ്പമുണ്ട്. മൊറോക്കോക്കാകട്ടെ അഷ്റഫ് ഹക്കീമിയും ബ്രാഹിം ഡിയാസും അയൂബ് അൽ ഖാബിയും മിന്നും ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 4-2-3-1 എന്ന ഫോർമേഷനിലാണ് മൊറോക്കൻ കോച്ച് മുഹമ്മദ് ഒഹാബി ടീമിനെ ഒരുക്കുന്നത്. ഖത്തറിൽ പോർച്ചുഗലിനെയും സ്പെയിനെയും തോൽപ്പിച്ച് സെമി വരെ മുന്നേറിയ മൊറോക്കോ ടീമിൽ സ്പാനിഷ് ഫ്രഞ്ച് ലീഗുകളിലെ പരിചയസമ്പന്നർ ഏറെയാണ്. ഇന്നത്തെ വിജയ സാധ്യത ആർക്കായിരിക്കും? ഇരു ടീമുകളും ഇറങ്ങാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയേറിയ ലൈനപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം മൊറോക്കോയുടേത് നോക്കാം. 4-2-3-1 എന്ന രീതിയിലായിരിക്കും ബ്രസീലിനെതിരെ മൊറോക്കോ കളിക്കാൻ ഇറങ്ങുക. ഗോൾ കീപ്പറായി യാസിൻ ബോനോ, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മസ്റോയ്, സെൻട്രൽ ബാക്ക് പൊസിഷനിൽ റിയാദും ദിയാപ്പും, പിന്നെ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് അഷ്റഫ് ഹക്കീമി. ഡിഫൻസ് മിഡ് കൈകാര്യം ചെയ്യുക ഐനായിയും ബൗദിയുമായിരിക്കും. ഇനി മധ്യനിരയിൽ റഹീമി, ഒനായി, ബ്രാഹിം ഡിയാസ് എന്നിവരായിരിക്കും മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. ഇനി സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ സൈബരി കൂടിയാകുമ്പോൾ മൊറോക്കോയുടെ മുന്നേറ്റങ്ങൾക്ക് ചൂട് കൂടുമെന്നുറപ്പ്. 4-2-3 എന്ന പൊസിഷനിൽ തന്നെയായിരിക്കും ബ്രസീലും കളിക്കാൻ ഇറങ്ങുക. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കാർലോ ആൻസെലോട്ടി അലിസണയായിരിക്കും ഫസ്റ്റ് ചോയ്സായി കണക്കാക്കുക. അതുകൊണ്ട് ഇന്ന് അലിസൺ ഇറങ്ങും. പ്രതിരോധത്തിൽ റൈറ്റ് ബാക്കായി ഡാനിലോയും സെൻട്രൽ ബാക്കുകളായി മാർക്കിഞ്ഞസും മെഗല്ലസും, പിന്നെ ലെഫ്റ്റ് ബാക്കായി അലക്സാൻഡ്രോയും. മധ്യനിരയിൽ ഡിഫൻസീവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗ്യുമറസും കസമിറോയും ഉണ്ടാകും. ഇനി സെൻട്രൽ മിഡായി അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡായി ലുക്കാസ് പക്വേറ്റയും, ഇരുപാർശ്വങ്ങളിലും റാഫിഞ്ഞയും വിനീഷ്യസ് ജൂനിയറും, സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ മാത്തിയസ് കുഞ്ഞയും. ഏറ്റവും വലിയ സാധ്യത 4-2-3-1 എന്ന പൊസിഷനിലായിരിക്കും ഇരു ടീമുകളും കളിക്കാൻ ഇറങ്ങുക. അതേസമയം ഗ്രൗണ്ട് മാർക്കറ്റ് വാല്യൂവിൽ ബ്രസീൽ മൊറോക്കോയേക്കാൾ ഒരുപാട് മുന്നിലാണ്. എന്നാൽ മിന്നും ഫോമിലുള്ള മൊറോക്കോയെ മറികടക്കാൻ ബ്രസീലിനാകുമോ? ഇന്നത്തെ മത്സരത്തിന്റെ സ്കോർ എങ്ങനെയായിരിക്കും? നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രഡിക്റ്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.